നമസ്കാരം. KSRTCയിലെ ഒഴിവുകളിലേക്ക് PSC മുഖേന നിയമന നടപടികൾ ആരംഭിക്കാൻ മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. KSRTCയിലെ നിയമന നിരോധനം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2 വർഷത്തിനിടെ 3558 പേർ വിരമിച്ചെങ്കിലും ഇതിൽ ഒരൊഴിവ് പോലും PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ലെന്ന വാർത്ത പല മാധ്യമങ്ങളും നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജീവനക്കാരുടെ എണ്ണം കുറയുമ്പോൾ ബസ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന തന്ത്രമായിരുന്നു കോർപ്പറേഷൻ, അതായത് പല ഡിപ്പോകളും സ്വീകരിച്ചു വന്നിരുന്നത്. ഈ അവസ്ഥയ്ക്കാണ് മാറ്റം വന്നത്. നിലവിലെ ഒഴിവുകളുടെ റിപ്പോർട്ട് KSRTC മാനേജ്മെന്റ് തയ്യാറാക്കി PSCക്ക് കൈമാറും. മുടങ്ങിക്കിടന്ന ആശ്രിത നിയമന നടപടികൾക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളും കരാർ നിയമനങ്ങളുമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കോർപ്പറേഷനിൽ നടന്നിരുന്നത്. അതൊക്കെ ഒഴിവാക്കി സ്ഥിരം നിയമനം നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഗ്രാമങ്ങളിൽ കൂടുതൽ ബസ് സർവീസ് ആരംഭിക്കാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം ശക്തിപ്പെടുത്തുന്നതിനായി ഗ്രാമവണ്ടി പദ്ധതി അത് നേരത്തെ ഉള്ളതാണ്. അത് കൂടുതൽ വ്യാപകമാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. KSRTCയുടെ സാമ്പത്തിക സ്ഥിതി, ദൈനംദിന പ്രവർത്തനങ്ങൾ, നവീകരണ സാധ്യതകൾ എന്നിവ പഠിക്കുന്നതിനായി വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക റിസർവ് വിങ് ആരംഭിക്കും. ശബരിമല മണ്ഡലകാല സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് മുന്നൊരുക്കങ്ങൾ ആരംഭിക്കും. ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഹരിത ഇന്ധന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനും മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് മുടന്തി ഓടുന്ന കോർപ്പറേഷനെ ലാഭത്തിലേക്ക് കുതിച്ചുയരാൻ പല പദ്ധതികളും ഒരു സാമ്പത്തിക വിദഗ്ധനായ മന്ത്രി CP ജോണിന്റെ മനസ്സിലുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ ഗ്രാമവണ്ടി, ആ പദ്ധതി കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസമാകും, ഒപ്പം വരുമാനവും വർദ്ധിക്കും. മുടക്കമില്ലാതെ ബസ്സുകൾ സർവീസുകൾ നടത്തിയാൽ അത് തന്നെ പൊതുജനങ്ങൾക്ക് ഒരു വിശ്വാസമാകും. KSRTCയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതി കൃത്യമായി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു തീരുമാനമായത് തന്നെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും.